സ്നേഹസമ്പന്നരായ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് പ്രൊണോൻ, സർവനാമ ളമീർ. അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമുള്ള ഒന്നാണ്. നമുക്ക് ആദ്യം ഐ എന്നതിനെ എല്ലാം 5 രൂപത്തിലാക്കി പഠിക്കണം. അതായത് ഐ, യു, ദേ, വി, ഹി, ഷീ, ഇറ്റ്, ഇതിനൊക്കെ നമ്മൾ 5 രൂപ ആക്കി പഠിക്കണം. ഐ, മൈ, മീ, മൈൻ, മൈ സെൽഫ്. ഐ എന്ന് പറഞ്ഞാൽ ഞാൻ, മൈ എൻ്റെ, മീ എന്നെ, മൈൻ എൻ്റേത്, മൈ സെൽഫ് ഞാൻ തന്നെ, ഞാൻ സ്വന്തം എന്നൊക്കെ പറയാം. ഐ, മൈ, മീ, മൈൻ, മൈ സെൽഫ്. ഓക്കെ. രണ്ടാമത്തത് യു എന്നാണ്. യു എന്ന് പറഞ്ഞാൽ നീ, യുവർ നിൻ്റെ, യു നിന്നെ, അതായത് ഐ ലൈക്ക് യു എന്നൊക്കെ പറയുന്നത് പോലെ. യുവേഴ്സ് നിൻ്റേത്, യുവർ സെൽഫ് നീ സ്വന്തമായിട്ട്. അപ്പോൾ യു, യുവർ, യുവേഴ്സ്, യുവർ സെൽഫ് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. എഴുതി വെച്ചാൽ മതി. 5 രൂപ ഒന്നിന് ഐ, മൈ, മീ, മൈ സെൽഫ്, യുവർ, യുവേഴ്സ്, യുവർ സെൽഫ് ഇങ്ങനെ എഴുതിച്ചാൽ മതി. ഓക്കെ. ഇനി അടുത്തത് വരുന്നത് ദേ ആണ്. ദേ എന്ന് പറഞ്ഞാൽ എന്താ? അവർ. ദെയർ അവരുടെ, ദം അവരെ, ദേസ് അവരുടേത്, ദംസെൽസ് അവർ സ്വന്തം. ഒരു എഫ് കൊണ്ടൊക്കെ അവസാനിക്കുന്ന, എഫ് കൊണ്ട് അവസാനിക്കുന്നത് നൗണുകളെ നമ്മൾ എങ്ങനെ പ്ലൂരലാക്കുക? വി ഈസ് കൊടുത്തതാണ്. അവനോട് ദംസെൽസ് എന്ന് പറയാൻ കാരണം റീസൺ എന്ന് പറഞ്ഞെന്നുള്ളൂ. ദേ, ദെയർ, ദം, ദേസ്, ദംസെൽഫ്. ഓക്കെ. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് ഞങ്ങൾ, വി, അവർ, അവരല്ലെങ്കിൽ അർ അങ്ങനെയൊക്കെ പറയാനുണ്ട്. അതിന് എന്ന് മാത്രം പറയാനുണ്ട് അമേരിക്കൻ ഇംഗ്ലീഷിലൊക്കെ. വിഷയാക്കണ്ട. അസ് ഞങ്ങളെ, അവേഴ്സ് ഞങ്ങളുടേത്, അവർ സെൽഫ്സ് ഞങ്ങൾ സ്വന്തമായിട്ട്. ഇനി അടുത്തതാണ് ഹി അവൻ, ഹിസ് അവൻ്റെ, ഹിം അവനെ, ഹിസ് അവൻ്റേത്, ഹിംസെൽഫ് അവൻ സ്വന്തമായിട്ട്. ഇവിടെ ഹിസ് 2 വന്നിട്ടുണ്ട്, മനസ്സിലാക്കുക. ഹിസ് കൊടുക്കാതെ വന്നിട്ടുള്ളത്. അടുത്തത് ഷീ അവൾ, ഹെർ അവളുടെ, ഹെർ അവളെ, ഹെർ അവളുടേത്, ഹെർ സെൽഫ് അവൾ സ്വന്തമായിട്ട്. അപ്പോൾ ഷീ അവൾ, ഹെർ അവളുടെ, ഹെർ അവളെ, ഐ ലവ് ഹെർ ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നു. ഓക്കെ. ഹെർ സെൽഫ് സ്വന്തമായിട്ട്. അടുത്ത ചാപ്റ്ററുമായിട്ട് കാണാം.